ഹലോ മച്ചാമാരെ, വെൽക്കം ടു യൂട്യൂബ് ചാനൽ മല്ലു ഹാക്കർ. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സാധാരണ ഫിഷിങ്, അതുപോലെ തന്നെ ബ്രൂട്ട് ഫോഴ്സിങ്, അതാണ് നമ്മൾ നോർമലി ചെയ്യാറ്. അപ്പോൾ ഇപ്പോൾ ഞാനൊരു ഡെമോ സൈറ്റാണിത്. ഇവിടെ എഴുതിയിട്ടുണ്ട് ഡെമോ സൈറ്റ് ഓൺലി എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതൊരു ലോഗിൻ പേജാണ്. നമ്മൾ സാധാരണ ഫിഷിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു നമ്മളൊരു ലിങ്ക് അയച്ചിട്ട് എന്ത് ചെയ്യും, ആ ലിങ്കിൽ അവർ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാലാണ് നമുക്ക് അതിൻ്റെ പാസ്വേഡും യൂസർ നെയിമും കിട്ടുക. ആൻഡ് ബ്രൂട്ട് ഫോഴ്സിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നോർമലി ഒരു യൂസർ നെയിം നമുക്കറിയാം. അപ്പോൾ നമ്മൾ സാധാരണ നെറ്റിലൊക്കെ നോക്കുമ്പോൾ യൂസർ നെയിം കിട്ടും, അല്ലെങ്കിൽ ഇപ്പോൾ അവരുടെ യൂസർ നെയിം നമുക്ക് അറിഞ്ഞിട്ടായിരിക്കും നമ്മൾ ബ്രൂട്ട് ഫോഴ്സ് ചെയ്യാൻ നോക്കുക. അപ്പോൾ ബ്രൂട്ട് ഫോഴ്സ് ചെയ്യുമ്പോഴും അതിൽ ലെക്ക് ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്കത് കിട്ടാനുള്ള ചാൻസ് കൂടുതലുള്ളൂ. 100% നമുക്ക് ഗ്യാരണ്ടി പറയാൻ പറ്റില്ല ബ്രൂട്ട് ഫോഴ്സിങ്ങിൻ്റെ കേസിൽ. പക്ഷേ ഈ SQL ഇഞ്ചക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോർമലി നമ്മൾ എന്ത് ചെയ്യുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു SQL കോഡ് നമ്മളൊന്ന് കൊടുക്കുകയാണ്, ഒരു അറ്റാച്ച് ചെയ്യുകയാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യും, ഈ SQLനുസരിച്ച് നമ്മുടെ ഈ സർവർ വർക്ക് ചെയ്യും. ഇപ്പോൾ ഞാനൊരു സിമ്പിളായിട്ടൊരു എക്സാമ്പിൾ പറഞ്ഞുതരാം. എനിക്കിതിൻ്റെ യൂസർ നെയിമും പാസ്വേഡും അറിയില്ല. ഓക്കെ, അപ്പോൾ ഞാനിപ്പോൾ ജസ്റ്റ് നമ്മൾ നോർമലി എല്ലാത്തിലും നമുക്ക് ചെയ്യുമ്പോൾ നമ്മൾ അഡ്മിൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇതിലായിരിക്കും വരിക. ആൻഡ് ഇപ്പോൾ നമുക്ക് ഇതിൻ്റെ പാസ്വേഡ് ഞാൻ അടിക്കുകയാണ്. ജസ്റ്റ് ഒരു പാസ്വേഡ് എന്നാണ് ഞാൻ ടൈപ്പ് ചെയ്യുന്നത് കേട്ടോ ഗൈസ്. ഓക്കെ, അപ്പോൾ പാസ്വേഡും ജസ്റ്റ് 1 2 3 എന്ന് അടിച്ചു. ഞാൻ ജസ്റ്റ് ലോഗിൻ ചെയ്യാൻ നോക്കി. അപ്പോൾ നിങ്ങൾക്ക് കാണാം ലോഗിൻ ഫെയിൽഡ്, വി ആർ സോറി ബട്ട് യൂസർ നെയിം സിസ്റ്റത്തിൽ ഇതിൻ്റെ പാസ്വേഡും ഇതൊന്നുമില്ല എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ എങ്ങനെയാണ് SQL ഇഞ്ചക്ഷൻ ഏതൊക്കെ ടൈപ്പാണ് കൂടി ഞാൻ പറഞ്ഞുതരാം. ഫസ്റ്റ് വൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ യൂണിയൻ, അതുപോലെ തന്നെ ബൂലിയൻ, ടൈം ബേസ്ഡ്, പിന്നെ എറർ. അപ്പോൾ ഇതിൽ ഞാനിപ്പോൾ സിമ്പിളായിട്ടുള്ള 2 അറ്റാക്കിങ് പറഞ്ഞുതരാം. ഒരു നോർമലി നമുക്കൊരു ലോഗിൻ ചെയ്ത് പോകാൻ വേണ്ടിയിട്ട് ഇത് നിങ്ങൾ എഡ്യൂക്കേഷൻ ബേസ്ഡ് മാത്രമായിട്ട് എടുക്കുക, വെറുതെ മണ്ടത്തരം കാണിച്ച് ഒരു പണി വാങ്ങി വെക്കരുത്. ആൻഡ് ഇത് എന്തിനാണ് യൂസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഡാറ്റാ ബേസിൽ ഹാക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് എടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ SQL ഇഞ്ചക്ഷൻ ചെയ്യുക. ഓക്കെ, നോർമലി അപ്പോൾ ഞാനത് അധികം വലിച്ചു നീട്ടുന്നില്ല, ഞാൻ ഡയറക്റ്റ് കാര്യത്തിലേക്ക് പോകാം. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞു ഇത് പാസ്വേഡ് ചിലപ്പോൾ ഇതായിരിക്കില്ല. അപ്പോൾ ഞാൻ ഇതിൽ നോട്ട് പാഡ് എടുക്കുക കാണിച്ചത്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഇതാണ് നോട്ട് പാഡ്. അപ്പോൾ ചിലപ്പോൾ യൂസർ നെയിം ജസ്റ്റ് ഒന്ന് നീക്കി വെച്ചതാണ്. ഓക്കെ, ജസ്റ്റ് ഒരു കൂട്ടി ജസ്റ്റ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് അഡ്ജസ്റ്റ് ചെയ്യണം കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത് അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട്. യൂസർ നെയിം എന്താണ്, അഡ്മിനാണ്. ആൻഡ് പാസ്വേഡ് ചിലപ്പോൾ പാസ്വേഡ് ഇപ്പോൾ നമുക്കിപ്പോൾ ഒരു ഞാനിപ്പോൾ ജസ്റ്റ് ഒരു പാസ്വേഡ് കൊടുക്കുകയാണ്. ഇതാണ് പാസ്വേഡ് വിചാരിക്കുക. ഓക്കെ, അപ്പോൾ അഡ്മിൻ ആണ് അതിൻ്റെ യൂസർ നെയിമും, പാസ്വേഡ് DF അങ്ങനെ ഒരു പാസ്വേഡാണ് വിചാരിക്കുക. അപ്പോൾ നോർമലി നമ്മൾ അടിക്കുമ്പോൾ നമ്മുടെ പേര് ഇതൊക്കെ വെച്ചിട്ട് അവർ നമ്മൾ ചെയ്യാം. അപ്പോൾ ഈ സാധനം നമ്മൾ ഡയറക്റ്റ് ലോഗിൻ ചെയ്യണം, ഒരു ഇതൊന്നും വേണ്ട, ഡയറക്റ്റ് നമ്മൾ ലോഗിൻ ചെയ്യാൻ പോകണം. അപ്പോൾ ഇതിൽ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ സിമ്പിളായിട്ട് പറഞ്ഞുതരാം. അപ്പോൾ ഞാനിത് ബാക്ക് അടിച്ചു, ഞാനിപ്പോൾ അഡ്മിൻ കൊടുക്കുകയാണ്. ഓക്കെ, അഡ്മിൻ കൊടുത്ത് ഓക്കെ, എന്നിട്ട് ബ്രാക്കറ്റ് ജസ്റ്റ് സ്പേസ് കൊടുത്തിട്ട് ഓർ വീണ്ടും ഒരു ബ്രാക്കറ്റ് ഇട്ടിട്ട് 1 ജസ്റ്റ് ഒരു ഇത് കൂടി ബ്രാക്കറ്റ് ഈക്വൽ ടു 1, അപ്പോഴും ബ്രാക്കറ്റ് ഇട്ട് വേണം ധരിക്കാൻ. ഓക്കെ, എന്നിട്ട് നമുക്ക് ഇപ്പോൾ ജസ്റ്റ് ഇങ്ങനെ ആയിരിക്കും നമ്മൾ സാധാരണ അടിക്കുക. ഇങ്ങനെ അടിച്ചു കഴിഞ്ഞാൽ ലോഗിൻ ആവില്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നോർമലി ഇത് ഈ രീതിയിൽ തന്നെയായിരിക്കും ഇതിൽ വരിക. ഇപ്പോൾ നമ്മൾ അഡ്മിൻ അടിച്ചു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഈ സർവറിൽ ചിലപ്പോൾ ജസ്റ്റ് അഡ്മിൻ അടിക്കുമ്പോൾ എങ്ങനെയാണ് വരിക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബ്രാക്കറ്റ് ടൈപ്പിൽ തന്നെയാണ് വരിക നോർമലി. അപ്പോൾ ഞാനിവിടെ അടിക്കും, കാണിക്കണം, ബ്രാക്ക് ഈ രീതിയിൽ തന്നെയാണ് വരിക. ഓക്കെ, നമ്മൾ ജസ്റ്റ് എൻ്റർ ചെയ്ത് പോകുമ്പോൾ അപ്പോൾ നമ്മൾ വേറെ അഡീഷണൽ ആയിട്ട് ഒരു ഇത് കൊടുത്തു കഴിഞ്ഞാൽ
ഇത് 2 മാറും. ചിലപ്പോൾ അത് തെറ്റായിട്ട് ചിലപ്പോൾ അത് വർക്കിംഗ് ആവാൻ ചാൻസ് കുറവാകും. അതുകൊണ്ട് നമ്മൾ എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നോർമലി ഒരെണ്ണമാണ് ഇവിടെ കൊടുക്കേണ്ടുള്ളൂ, 2 കൊടുക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ ഇത് 1 കൊടുത്തു. ആൻഡ് പാസ്വേഡ് അറിയില്ല എന്ന് ഞാൻ പറഞ്ഞു. ഞാൻ ജസ്റ്റ് ഒരു പാസ്വേഡ് അടിക്കുകയാണ്. നിങ്ങൾക്ക് ഇവിടെ ഞാൻ മണ്ടത്തരം ഇത് കാണിക്കില്ല എന്ന് പറഞ്ഞ് കാണിക്കാം. അപ്പോൾ ഞാനിവിടെ ജസ്റ്റ് 1 2 3 ഇതടിച്ചു. ആൻഡ് ഇതാണ്, ഞാൻ ജസ്റ്റ് ലോഗിൻ അടിച്ചു. കണ്ടോ, നമ്മൾ ജസ്റ്റ് അഡ്മിൻ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ഇതിലേക്ക് നമ്മൾ ഡയറക്റ്റ് ലോഗിൻ ആവുകയാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം. ഇത് നിങ്ങൾക്കും നിങ്ങൾ ജസ്റ്റ് കമൻറ്റ് ബോക്സിൽ നിങ്ങൾ ജസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾ പറയാം, ഇത് വർക്കിംഗ് ആണെങ്കിൽ വർക്കിംഗ് ആണ് ബ്രോ, ഇത് വർക്കിംഗ് ആയി എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ഇടാം. ഇത് ഈ ഒരു മെത്തേഡ് തന്നെ യൂസ് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ നോർമലി ആയിട്ട് പുതിയ ആൾക്കാർക്കൊക്കെ ചെയ്യാൻ പറ്റിയ ഒരു ഇതാണ് ഫസ്റ്റ് വൺ. ആൻഡ് സെക്കൻഡ് വൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പോൾ ഞാൻ ഇത് സൈനിങ് ഓഫ് അടിക്കുകയാണ്. ഓക്കെ, ഞാൻ ജസ്റ്റ് സൈനിങ് ഓഫ് അടിച്ചു. ആൻഡ് നമ്മൾ വീണ്ടും സൈനിങ് ചെയ്യാണ്. സൈനിങ് ആൻഡ് പാസ് യൂസർ നെയിം. അപ്പോൾ അഡ്മിനാണ്. അപ്പോൾ ഇവിടെയും ഞാൻ ജസ്റ്റ് ഇങ്ങനെ അടിച്ചു, പാസ്വേഡ് അടിച്ചു. ലോഗിൻ അടിക്കുമ്പോൾ ലോഗിൻ ആവില്ല. ഓക്കെ, അപ്പോൾ ചിലവർക്കൊക്കെ നമ്മളിപ്പോൾ ഇതിലെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ 1 എന്ന് പറയാൻ കാരണം നമ്മൾ സ്കൂളിലൊക്കെ പഠിച്ചിട്ടുണ്ടാവും. 1 എപ്പോഴും 1 തന്നെ ആയിരിക്കും വരിക. അതാണ് ഇവിടെ നമ്മൾ ചെയ്തത്. അതുകൊണ്ടാണ് ഇത് ലോഗിനായി വന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അഡ്മിൻ അടിക്കുക, അല്ലെങ്കിൽ എന്താണോ ആ പേര് അടിക്കുക. അപ്പോൾ ഞാൻ യൂസർ 1 2 3 അടിച്ചു. ജസ്റ്റ് ബ്രാക്കറ്റ് ഇട്ടിട്ട് എന്ത് ചെയ്യുക, ജസ്റ്റ് അണ്ടർസ്കോറില്ല നമ്മൾ സാധാരണ 2 കൊടുക്കുക. പാസ്വേഡ് ഞാൻ ജസ്റ്റ് സെയിം തന്നെ എന്തെങ്കിലും ഒരു പാസ്വേഡ് അടിച്ചു. ലോഗിൻ അടിച്ചു കഴിഞ്ഞാൽ വന്നില്ല. ഓക്കെ, അപ്പോൾ ഞാൻ ചിലപ്പോൾ ആ ഒരു ഇതിലുണ്ടാവില്ല, അങ്ങനത്തെ ഒരു യൂസർ നെയിം ഇല്ലാത്തതുകൊണ്ടായിരിക്കും അത് വരാണ്ടിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ അഡ്മിനിൽ അടിച്ചു നോക്കുകയാണ്. അപ്പോൾ അഡ്മിൻ ബ്രാക്കറ്റ് ഇട്ടിട്ട് 2 ലൈൻ ഇടുക. അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻഡ് എന്നാണ് അതിൻ്റെ അർത്ഥം വരുന്നത് അവിടെ. ആൻഡ് നമ്മൾ ജസ്റ്റ് ഒരു ഇതടിക്കുകയാണ്. ലോഗിൻ അടിച്ചു, അതും ലോഗിനായി. അപ്പോൾ നിങ്ങൾ ഇതെങ്ങനെയാണ് നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്യേണ്ടത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഒരു നോർമലി യൂസർ നെയിം നമുക്ക് പെട്ടെന്ന് എൻ്റർ ചെയ്യാൻ പറ്റിയ ഒരു സിമ്പിളായിട്ടുള്ള SQL കോഡാണ്. 2 കോഡാണ് ഞാൻ പറഞ്ഞു തന്നിരിക്കുന്നത്. ബ്രൂട്ട് ഫോഴ്സിനേക്കാളും ഈസി ആയിട്ട് നമുക്കൊരു സെർവറിലേക്ക് പെട്ടെന്ന് എടുത്ത് കയറി അവരുടെ ഡാറ്റാബേസൊക്കെ ഹാക്ക് ചെയ്യാൻ പറ്റിയ ഒരു 2 കോഡ്. നോർമലി ആൾക്കാർ ഇത് 2 കൂടി ഒന്നിച്ച് മിക്സ് ചെയ്തടിക്കുന്ന പരിപാടിയൊക്കെ ഉണ്ട്. അപ്പോൾ അതൊന്നും വേണ്ട. നമുക്കിപ്പോൾ 2 രീതിയിലാണ് ഞാൻ പറഞ്ഞു തന്നത്. 1 ആൻഡ് ബ്രാക്കറ്റ് അടിച്ചിട്ട് അണ്ടർസ്കോർ രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ 2 രീതിയിലാണ് നമുക്കൊരിക്കലും പല രീതിയിലുണ്ട്. ഞാൻ പറഞ്ഞു യൂണിയൻ, ബ്രൂലിംഗ്, ടൈം, പിന്നെ അതുപോലെ തന്നെ എറർ. അപ്പോൾ അത് ഓരോന്നും നമ്മൾ ഈ SQLൻ്റെ ഗിറ്റബിലൊക്കെ നോക്കി കഴിഞ്ഞാൽ നമുക്ക് കിട്ടും. ഇപ്പോൾ ഇത് ഞാൻ ജസ്റ്റ് SQLൻ്റെ ഇത് അടിച്ചു നോക്കിയപ്പോൾ കിട്ടിയതാണ്. അപ്പോൾ അതിൽ റീഡ്മി എന്ന് പറഞ്ഞുള്ള അത് ഞെക്കി കഴിഞ്ഞാൽ നമുക്ക് ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് അവർ പറഞ്ഞുതരും. അപ്പോൾ അതിൽ പല രീതിയിലുണ്ട്. SQLൻ്റെ കോഡ് പല രീതിയിൽ വരുന്നുണ്ട്. സോറി, ഓക്കെ. അപ്പോൾ SQLൻ്റെ രീതി പല രീതിയിൽ വരുന്നുണ്ട്. പല കോഡുകളുണ്ട്. ഓരോന്നിനും ഓരോ യൂസസാണ്. ചിലതും പല പറഞ്ഞല്ലോ. അപ്പോൾ നമുക്ക് ഇത് വെച്ചിട്ട് നിങ്ങളിപ്പോൾ ആലോചിക്കുന്നുണ്ടാവും, ഇത് വെച്ചിട്ട് നമുക്ക് എങ്ങനെ ഇൻസ്റ്റാഗ്രാമിൽ ചെയ്യാൻ പറ്റില്ല. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കണക്ട് ചെയ്യാമെന്നൊരു പരിപാടിയുണ്ട്. ഇതിപ്പോൾ നമുക്ക് SQL രീതിയിലാണ് ഇതിൻ്റെ ആ ഒരു ലോഗിനിലേക്ക് വർക്ക് ചെയ്തിട്ട് അത് പുറത്തേക്ക് നമുക്ക് അതിൻ്റെ റിസൾട്ട് തന്നിരിക്കുന്നത്. പക്ഷേ ഇൻസ്റ്റാഗ്രാമൊക്കെ പറയുമ്പോൾ ഇത് നോർമലി ഇപ്പോൾ ആരായാലും ഇൻസ്റ്റാഗ്രാമിലൊക്കെ ചെക്ക് ചെയ്യും, ഫേസ്ബുക്കിലൊക്കെ ചെക്ക് ചെയ്തിട്ടുണ്ടായിരിക്കാം. ഇപ്പം തന്നെ ചെക്ക് ചെയ്ത് നോക്കും. പക്ഷേ അതൊന്നും വർക്ക് ചെയ്യാൻ ചാൻസ് കുറവാണ്. ബിക്കോസ് അവർക്കും ഈ കാര്യങ്ങൾ അറിയാം. അപ്പോൾ അവർ അതിനനുസരിച്ചിട്ടുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ട് നമുക്കതിന് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അവിടെ വർക്ക് ചെയ്യുന്ന ഒരു സംഭവം ബ്രൂട്ട് ഫോഴ്സിങ് തന്നെയാണ്. ലെക്കാണ് അവിടെ. പക്ഷേ SQL വർക്ക് ചെയ്യില്ല എന്നല്ല പറയുന്നത്. പല കോഡുകളുണ്ട്. പല കോഡും വെച്ചിട്ട് നമുക്ക് ആക്സസ് ചെയ്തിട്ടുള്ള കുറേ ആൾക്കാർ ഇരുന്നുണ്ട്. അപ്പോൾ ഇത് വെച്ചിട്ട് സാധാരണ ഏതൊരു
എന്തായിക്കോട്ടെ ഏതൊരു യൂസർ നെയിമും നമുക്ക് എടുത്ത് കയറി ജസ്റ്റ് ഒന്ന് പെട്ടെന്ന് കയറി നമുക്ക് അതിൻ്റെ സാധനങ്ങളൊക്കെ എടുക്കാൻ വേണ്ടി പറ്റുന്ന ഒരു സംഭവമാണ് ഞാൻ പറഞ്ഞു തന്നിരിക്കുന്നത് SQL ഇഞ്ചക്ഷൻ. ഓക്കെ, ഇത് എഡ്യൂക്കേഷൻ ബേസിൽ ചെയ്യുക, അല്ലാണ്ട് വെറുതെ മണ്ടത്തരം കാണിച്ച് ഓരോ പണി വാങ്ങി വെക്കരുത്. ആൻഡ് സ്വന്തം റിസ്കിൽ ചെയ്യുക. ഓക്കെ, ഇതിപ്പോൾ നിങ്ങൾ ജസ്റ്റ് വേണമെങ്കിൽ ഈ സൈറ്റിൽ അല്ലെങ്കിൽ ഈ ഒരു ലിങ്ക് ആൾട്ടോറോ മ്യൂച്വൽ എന്ന് പറഞ്ഞിട്ടുള്ള ജസ്റ്റ് നിങ്ങൾക്ക് നെറ്റിലടിച്ചാൽ കിട്ടും, അതിൽ വെച്ച് ചെയ്ത് നോക്കാം. ഇത് ഞാൻ ഡെമോ സൈറ്റ് ആയതുകൊണ്ടാണ് ഇത് എടുത്തിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നത്. കുറേ ഡെമോ സൈറ്റുകളുണ്ട്, നിങ്ങൾ അതിൽ നല്ല ഡെമോ നോക്കിയിട്ട് എടുക്കുക, ചെയ്യാം. ഓക്കെ, അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പോൾ വേറൊരു വീണ്ടും കാണാം. ഓക്കെ, ബൈ.